ഹായ് കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ്. നമ്മളും ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ രാവിലെയുള്ള നമ്മുടെ അടുക്കളയിലെ വിശേഷങ്ങളാണ് നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ രാവിലെ നമുക്ക് ഇത് ചോറിനുള്ള കറിയാണ് കേട്ടോ. കറി പറഞ്ഞാൽ സാമ്പാറാണ്. അപ്പോൾ ചോറിനും രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയാണ്. ഇഡ്ഡലിക്കും വേണ്ടിയിട്ടുള്ളതാണ്. സാധാരണ സാമ്പാറാണ്. അധികം കഷ്ണമൊന്നും ഇട്ടിട്ടില്ല. ഉള്ള കഷ്ണമൊക്കെ വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. പിന്നെ നമ്മൾ ഇന്നലെ ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൂടി കറി വെക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഉള്ളി വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചിക്കന് വേണ്ടിയിട്ട് ചെറിയുള്ളിയാണ് അധികം എടുത്തിട്ടുള്ളത്. ഒരു വലിയുള്ളി എടുത്തിട്ടുണ്ട്. അത് നന്നായി വഴറ്റിയതിന് ശേഷം ഞാൻ വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായി ഒന്ന് ആയി വരുമ്പോൾ പിന്നെ തക്കാളി മല്ലിയില അതും കൂടി ഇട്ട് പിന്നെ മസാലപ്പൊടിയൊക്കെ ഇട്ടിട്ട് ചിക്കൻ ഇട്ട് കൊടുത്തു. നമ്മൾ സാധാരണ വയ്ക്കുന്ന പോലെ തന്നെയുള്ള ചിക്കൻ കറിയാണ്. അധികമൊന്നും വെള്ളം ഒഴിക്കാണ്ട് ചിക്കനിൽ തന്നെ ഉള്ള വെള്ളമാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. അധികം വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. നല്ലൊരു കുറുകിയ രൂപത്തിലാണ് വയ്ക്കുന്നത്. പിന്നെ ഓരോ സ്ഥലങ്ങളിൽ ഓരോ തരത്തിലാണ് ചിക്കൻ വെക്കാറുള്ളത്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഒരു രീതിയിലാണ്, ഞങ്ങൾ പറഞ്ഞാൽ ഞാനിങ്ങനെ ഒരു രീതിയിലാണ് കേട്ടോ. വേറെ ഓരോരുത്തരും ഓരോ രീതിയിലാണ്, അവരവരെ ഇഷ്ടമുള്ള പോലെ ടേസ്റ്റിനനുസരിച്ച് എല്ലാവരും വെക്കുന്നത് കേട്ടോ. അപ്പം ഇങ്ങനെ നല്ലതാണ്. പിന്നെ ഇതാ കുറേ നാളായിട്ട് കുട്ടികൾ പറഞ്ഞുകൊണ്ടിരിക്കുക അടപ്രഥമൻ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നലെ ഞങ്ങൾ കടയിൽ പോയപ്പം 2 പാക്കറ്റ് വാങ്ങിയിട്ടുണ്ട്. ഈ കളറിലുള്ളതാണ് വാങ്ങിയത്. വെള്ള കളറും ഉണ്ട്, ഇങ്ങനെയുള്ള കളറും ഉണ്ട് കേട്ടോ. ഇങ്ങനെയുള്ള കളറാണ് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം. എന്നിട്ട് 2 പാക്കറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതാ നല്ല രീതിയിൽ പായസം വെച്ചിട്ടുണ്ട്. ഇത് ഞങ്ങൾ കുടിച്ചതിന് ശേഷമുള്ളതാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഓരോരുത്തർ കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അടപ്രഥമൻ. കുട്ടികൾക്ക് ആ പായസമാണ് ഏറ്റവും ഇഷ്ടം. എനിക്കൊക്കെ ചെറുപയർ പായസമാണ് ഇഷ്ടം. കുട്ടികൾക്ക് ഇതാ അടപ്രഥമനാണ് ഇഷ്ടം. അപ്പോൾ അതുകൂടി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിതാ പപ്പടം വറുത്തിട്ടുണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് കറി ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് സാമ്പാറും ചിക്കൻ കറി വെച്ചിട്ടുണ്ട്. പിന്നെ പപ്പടം വറുത്തിട്ടുണ്ട്. ഒരു ചെറിയ ഉപ്പേരി കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഉച്ചയ്ക്കുള്ള ഫുഡുകൾ. അങ്ങനെ അടുക്കളയിൽ ആ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ റിയയും കൂടിയിട്ട് ഇവിടെ വന്നിരുന്നിട്ട് നമ്മുടെ അടപ്രഥമൻ പായസം കുടിക്കുകയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കുടിച്ചു. ഇപ്പോൾ രാവിലെ സമയം അധികം ആയിട്ടില്ല കേട്ടോ. 9 മണിയൊന്നും ആയിട്ടില്ല. ചോറും കറിയൊക്കെ ആയിട്ടുണ്ട്. ഇഡ്ഡലി ആയിട്ടുണ്ട്. ഇനിയും കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും കേട്ടോ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുന്നത്. രാവിലെ ഇത്തിരി നേരത്തെ എണീറ്റു പണികളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട്. എന്താ വെച്ചാൽ നല്ല ചൂടല്ലേ. പിന്നെ ഇതാ അടുക്കളയൊക്കെ ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് കുറേ നാളായിട്ടോ. ഇപ്പൊ ചൂടായതുകൊണ്ട് അടുക്കളയിൽ നിന്നിട്ട് പണിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. പറഞ്ഞാൽ ഭയങ്കര ചൂടായതുകൊണ്ട് ഭയങ്കര പാടാണ് കേട്ടോ. അപ്പൊ ഇന്ന് എന്തായാലും ഈ ടൈൽസൊക്കെ നന്നായിട്ടൊന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ട് ചെളി പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ സ്ക്രബ്ബർ വെച്ചിട്ട് നന്നായിട്ട് ഉരച്ച് കഴുകിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ ക്ലീൻ ചെയ്യാറുള്ളതാണ്. ഈ ചൂട് തുടങ്ങിയതിന് ശേഷം കുറേ ആയിട്ടോ ക്ലീൻ ചെയ്തിട്ട്. അപ്പൊ നന്നായിട്ട് വൃത്തികേടായിട്ടുണ്ടായിരുന്നു. വെറുതെ ഒന്ന് തുടച്ചെടുത്താൽ അങ്ങനെ വൃത്തിയാവാറില്ല. അപ്പൊ ചെളിയും സോപ്പിന്റെ ഇതൊക്കെ തെറിച്ചിട്ട് ഒരുപാട് വൃത്തികേടായിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊന്ന് രാവിലെ ആവുമ്പോ നമുക്ക് ഇത്തിരി ഉഷാറുണ്ടാവും. അപ്പൊ അതൊന്ന് ചെയ്തെടുക്കുകയാണ്. എല്ലാം കൂടി ഒരു ദിവസം ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ടയേർഡാവും. അപ്പം ഞാൻ അത് വേറൊരു ദിവസം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചെയ്യാറുള്ളതാണ്. ചൂടായതുകൊണ്ട് ഒരുപാട് ലേറ്റ് ആയിട്ടോ. അപ്പം ഇനി കബോർഡിൻ്റെ ഉള്ളും കൂടി ഒന്ന് വൃത്തിയാക്കിയ ഒരുവിധം കുറച്ച് നാളത്തേക്ക് ഇത്തിരി സമാധാനം ഉണ്ടാവും. അടുക്കളയൊക്കെ എപ്പോഴും വൃത്തിയായി കിടക്കുമ്പോൾ നമുക്കും മനസ്സിനൊരു സന്തോഷമാണല്ലോ. പിന്നെ അവിടെയുള്ള പാത്രങ്ങളൊക്കെ കഴുകി അവിടേക്കൊന്ന് ക്ലീൻ ചെയ്തു. സിങ്കും കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ആ ഭാഗത്തുള്ളേക്കൊന്ന് വൃത്തിയാക്കി കഴുകിയെടുത്തു. പിന്നെ കബോർഡിൻ്റെ ഫ്രണ്ട് ഭാഗം ഒന്ന് തുടച്ചെടുത്തു. ഇനി ഉള്ളു വൃത്തിയാക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ പുറമൊക്കെ ഒന്ന് തുടച്ചെടുത്തു. ഒരുവിധം ഒന്ന് ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഒരു ഭാഗം കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇപ്പുറത്തെ ഭാഗത്തേക്ക് വന്നതാണ് കേട്ടോ. ഇപ്പുറത്തെ ഭാഗം ഒരുപാട് വൃത്തിയാക്കാനുണ്ട്. അവിടെയൊക്കെ ഒരുപാട്
പാത്രങ്ങളും അതും ഇതും എല്ലാം വേണ്ടാത്ത എല്ലാം ഉണ്ട് കേട്ടോ. അതൊക്കെ ഞാനൊന്ന് മാറ്റി എല്ലാം കഴുകി വൃത്തിയാക്കി ഗ്യാസ് തുടച്ചു. പിന്നെ അങ്ങനെ ഈ ഭാഗം ഒന്ന് ക്ലീൻ ആക്കി കേട്ടോ. ഒരുപാട് സമയം എടുത്തിട്ടുണ്ടായിരുന്നു. 10 മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. നല്ല വിശക്കുന്നുമുണ്ട്. അപ്പോൾ പായസം കുടിച്ചുകൊണ്ട് പിന്നെ ഒരുവിധമൊക്കെ ഒന്ന് വൃത്തിയാക്കി കൂടി ക്ലീൻ ചെയ്തിട്ട് കുറച്ച് ഭാഗം കൂടി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. വിശേഷങ്ങൾ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങളിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും കേട്ടോ. ഇതിൻ്റെ ഇടയിൽ റിയ വന്നിട്ട് എന്തൊക്കെയോ കഴിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഒരുവിധം പണിയൊക്കെ കഴിഞ്ഞു. ഇനി ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഡ്ഡലിയും സാമ്പാറുമാണ്. അപ്പോൾ പുതിയ വീഡിയോകളുമായിട്ട് ഞങ്ങൾ വീണ്ടും വരും.